നാടകാചാര്യനും കവിയുമായ കാവാലം നാരായണ പണിക്കർ അരങ്ങൊഴിഞ്ഞിട്ട് ഇന്നേക്ക് 8 ആണ്ട്. അരങ്ങും അഭിനയവും ഉള്ളിൽ അലിഞ്ചേർന്ന ബഹുമുഖ പ്രതിഭ ഓർമ്മയുടെ അരങ്ങിലെന്നും കെടാവിളക്ക് തന്നെയാണ്. കാവാലം എന്ന കുട്ടനാടൻ ഗ്രാമത്തെ ലോകത്തിന് പരിചയപ്പെടുത്തിയ നാരായണ പണിക്കരുടെ ഓർമ്മകൾക്ക് പോലും താളസൗന്ദര്യം തുളുമ്പും. തനത് നാടകവേദിയുടെ കുലപതിയും ബഹുമുഖ പ്രതിഭയുമായ കാവാലം നാരായണ പണിക്കർ മലയാളിക്കും മലയാളി സമൂഹത്തിനും അപരിചിതനല്ല. സംഗീതവും സാഹിത്യവും അരങ്ങും അഭിനയവും ആത്മാവാക്കിയ അദ്ദേഹം മനുഷ്യ മനസ്സ് തൊട്ടറിഞ്ഞ് പ്രവർത്തിക്കുന്നതിൽ പൂർണ്ണ വിജയം കൈവരിച്ച കലാകാരനാണ്. അതുകൊണ്ട് തന്നെ അവനവൻ കടമ്പയും ഒറ്റയാനും തെയ്യാത്തെയ്യവും ദൈവത്താറും ഓരോ തവണ പ്രേക്ഷകന് മുന്നിലെത്തുമ്പോഴും അവയ്ക്ക് സ്വീകാര്യത ഏറെ. ആലായാൽ തറ വേണം, അടുത്തൊരമ്പലം വേണം, ആലിയും ചേർന്നൊരു കുളവും വേണം. നെടുപിടി വേണുവിനെ പോലെയുള്ള കലാകാരന്മാരെ മലയാളിക്ക് സമ്മാനിച്ച പ്രതിഭാധനൻ കൂടിയായിരുന്നു കാവാലം. നാടകരചയിതാവ്, സംവിധായകൻ, കവി, ഗാനരചയിതാവ്, പ്രഭാഷകൻ തുടങ്ങി നിരവധി മേഖലകളിൽ തൻ്റെതായ വ്യക്തിമുദ്ര പതിപ്പിച്ച കാവാലം ആധുനിക നാടകത്തെ ജനകീയവത്കരിച്ച പ്രതിഭ കൂടിയായിരുന്നു. അരങ്ങിൽ വിപ്ലവം തീർത്ത അഭിനേതാവ് മാത്രമായിരുന്നില്ല അദ്ദേഹം. മലയാളികളുടെ മനസ്സിനെ തൊട്ടുണർത്തിയ അനേകം ചലച്ചിത്ര ഗാനങ്ങളും അദ്ദേഹത്തിൻ്റെ തൂലികയിൽ വിരിഞ്ഞിട്ടുണ്ട്. രതിനിർവേദ എന്ന സിനിമയ്ക്ക് വേണ്ടിയാണ് ഗാനങ്ങൾ എഴുതി അദ്ദേഹം ചലച്ചിത്ര ലോകത്തെത്തിയത്. തുടർന്ന് വാടകയ്ക്കൊരു ഹൃദയം, നീലക്കുറിഞ്ഞി പൂത്തപ്പോൾ, അഹം, കുമ്മാട്ടി, തമ്പുരാട്ടി തുടങ്ങി മലയാള ചലച്ചിത്രങ്ങൾക്കും ഗാനരചന നിർവഹിച്ചു. അഭിനയത്തെയും സംഗീതത്തെയും ഒരേപോലെ സ്നേഹിച്ച പച്ചയായ മനുഷ്യൻ. അരങ്ങൊഴിഞ്ഞിട്ടും ഓർമ്മകളുടെ വേദിയിൽ ഇന്നും കെടാവിളക്കാണ് കാവാലം. കറുകര കാർമുകിൽ കൊമ്പനാനപ്പുറത്തേറി വരും, ആലായാൽ തറ വേണം എന്നിങ്ങനെ എത്രയോ ഗാനങ്ങളിലൂടെ ഇന്നും കാവാലം ജീവിക്കുന്നു ജനമനസ്സുകളിൽ. ന്യൂസ് ഡെസ്ക്, ജനം.